അങ്ങനെ നമ്മള് മൈസൂർ കാടിന്റെ നടുവിലൂടെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ആനനെയും പുലിനെയൊക്കെ കാണാൻ ചാൻസുകളുണ്ട്. ആന എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട് അല്ലേ സുന്ദരിയ? എല്ലാരും റൂഫൊക്കെ തുറന്നിട്ട് കണ്ടോ വരുന്നേ. അടിപൊളി. ഉണ്ട് കർണാടകക്കാരാണ്. അടിപൊളിയാണ് കേട്ടോ സംഭവം. അതൊക്കെയാണ് ലൈഫ്. എൻജോയ് ചെയ്യാൻ, ലൈഫ് എൻജോയ് ചെയ്യാറുള്ളത് അതാണ്. അല്ലാതെ എവിടെയെങ്കിലും ഇങ്ങനെ മൂലൊക്കെ ഇരുന്നിട്ട് കാര്യമില്ല. അതേമാതിരിയായി മൂലൊക്കെ പോകുന്നുണ്ടില്ല, അതേമാതിരി ഇങ്ങനെ പോണം. അപ്പോഴേ എൻജോയ് ആവുള്ളൂ. എല്ലാമാണ് ഇതൊക്കെ പടച്ചവന്റെ പടപ്പുകളാണ്. ഇതൊക്കെ എല്ലാം നമ്മൾ കാണണം അല്ലേ? കാണണ്ടേ? കാടിന്റെ നടുവിലൂടെ ഒരു പുലി വരുന്ന മാതിരി ആ ബസ് വരും. അടിപൊളി. നല്ല നല്ല രസമുള്ള സ്ഥലം കേട്ടോ. എന്ത് ഗ്രാമപഞ്ചായത്ത് അത്? നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്താണത്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്, അതാണ് ആ പുഴ. അവിടെ ആക്കണേ നൂൽപ്പുഴ. നൂല് മൈരിയാണ് ആ പുഴ. ഉണ്ടോ? ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഇറങ്ങാനായിട്ടില്ലല്ലോ. ഇവിടെ ഒന്നും ഇറങ്ങാൻ പാടില്ല, ഭയങ്കര പ്രശ്നമാണ്. നോ പാർക്കിംഗ്, നോ പിക്നിക് എഴുതി വെച്ചാണ്ടില്ലേ? ഇതേതാ ബോർഡ് ഏതാ? ഒക്കെ ഹിന്ദിയിലും കന്നഡയിലൊക്കെ എഴുതിന്. നമ്മളെ ഡ്രൈവ് സേഫ്റ്റിക്കും വേണ്ടിട്ടാണ് അല്ലേ? നമ്മളെ സേഫ്റ്റിക്കും വേണ്ടി പറയണ. ഇവിടെയൊക്കെ നല്ല വൈബ് സ്ഥലാട്ടോ. പക്ഷെ ഇറങ്ങലും വോട്ടെടുക്കലും വീടിയെടുക്കലും നടക്കുന്നൊന്നുമില്ല. ആ വീട് എങ്ങനെയുണ്ട്? സെറ്റല്ലേ ആ വീട്? ഒരു റീൽസ് ഇട്ടാണ് ഉണ്ടാക്കെ. സുന്ദരിയ വണ്ടി വരുന്നു. ഇത് കൊടുക്കണ്ടോ? ആ ഇങ്ങോട്ടൊക്കെ എന്തൊരു രസം. ഇവിടെയൊക്കെ ആനുണ്ടോ നോക്കോണ്ടിട്ടോ. അതെ, രണ്ടാള് രണ്ട് സൈഡിൽ നോക്കിക്കോടെ. മൃഗങ്ങളെ കാണുകയാണെ പറയണ്ടേ, അപ്പൊ നമുക്ക് സ്ലോ ആക്കാം. ഞാൻ നേരെ നോക്കാട്ടോ. ഓക്കെ, എത്ര മിനിറ്റ്? കാട് ഏകദേശം കഴിയാനായിക്കണം കേട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ കാട്ടിൽ നിന്ന് ഒന്നും കാണാനുള്ള ഒരു വിധി ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് മൈസൂർ കാട്ടിൽ നിന്ന് നോക്കാം. ഗുണ്ടൽപേട്ടിൽ നിന്ന് ഗൂഡല്ലൂര് പോണ റോഡ്. ഗുണ്ടൽപേട്ട പോയിട്ട് നമ്മൾ ഗൂഡല്ലൂര് വഴി വൈക്കടവ്, നിലമ്പൂര്, മഞ്ചേരി അങ്ങനെ പോണേ അല്ലേ? അതാണ് നമ്മളെ റൂട്ട് കേട്ടോ. ഇവിടൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. ആയിക്കോട്ടെ, അടുത്തൊരു വീഡിയോ ഇടാം നമുക്ക്. ഓക്കെ, ബൈ.